കുട്ടികളെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും കൊടുക്കാനുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴുത്ത ചക്കയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കുരുവൊക്കെ കളഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ ചക്കയ്ക്ക് കുറച്ച് മധുരം കുറവുള്ളത് കൊണ്ട് ഞാനൊരു 4 ടീസ്പൂൺ പഞ്ചസാരയും 2-3 ഏലക്കായയും അത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ലേശം ഉപ്പ് നമുക്കിതിൽ ചേർക്കാം, നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലേശം ബേക്കിംഗ് സോഡയും ചേർക്കാം. ബേക്കിംഗ് സോഡ ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിനുശേഷം നമുക്കിവിടെ ഞാനൊരു കപ്പ് മൈദയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഈ റെസിപ്പി ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നന്നായി നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനാക്കി വെക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ ഉപയോഗിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിലോ ഇത് നന്നായിട്ട് മുരിയിപ്പിച്ചെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതിനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു ബോൾ പോലെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്മായിട്ട് തീയിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായി ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫയറിലിട്ടിട്ട് ചെയ്താൽ മതി. ഇതൊരു ഗോൾഡൻ കളറാവുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ അടുത്ത ബാച്ചുകളൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉള്ളിലൊക്കെ നന്നായി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.